ഇന്ന് ഓണസദ്യ കഴിക്കാൻ രമണിയുടെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴാ പോണത്? ഉച്ചക്കല്ലേ സദ്യ, അപ്പൊ ഉച്ചക്ക് പോണം, അല്ലാതെ എപ്പോഴാ? രമണിന്റെ വീട്ടിക്ക് പോകുമ്പോ ഞാനിപ്പോ എന്ത് ഡ്രസ്സാ ഇടുക? ഇങ്ങളൊരു കസവും കൊണ്ട് ചുറ്റിക്കോ, അതാവുമ്പോ രമണിക്ക് വേറെ മാവേലിയുടെ ആവശ്യം ഉണ്ടാവൂല. പിന്നെ നിങ്ങക്ക് എക്സ്ട്രാ വയറ് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം വരൂല, നിങ്ങക്ക് ഓൾറെഡി അത് ഉണ്ടല്ലോ. ഇപ്പ ഇങ്ങൾക്കുള്ള കിട്ടിയില്ലേ, ഇനി മുണ്ടാതി എന്നാളി. ഏകദേശമൊക്കെ സമയമായി തുടങ്ങി, നമുക്കിനി പോവാൻ നോക്കാം. ശരി, എന്നാ വേഗം പോവാ. നിക്ക് ഒരു മിനിറ്റ്, ഒരു സാധനം കൂടി എടുക്കാനുണ്ട്, ഞാൻ വേഗം എടുത്തിട്ട് വരാം. ഇതെന്താ രമണി ആന്റിക്കുള്ള വല്ല ഗിഫ്റ്റും ആണോ? ഇത് ഗിഫ്റ്റ് ഒന്നുമല്ല, ഇത്തിരി ഉണക്കമീൻ പൊരിച്ചതാണ്. എന്താന്നറിയില്ല, എനിക്ക് ഇത്തിരി നോൺ വെജ് ഇല്ലാതെ ചോറാണ് ഇറങ്ങൂല. എന്താ കുഞ്ഞിപ്പാത്തോ, നിനക്ക് ഭ്രാന്താണോ? ഓണസദ്യ കഴിക്കാൻ പോകുമ്പോഴാണോ ഉണക്കമീൻ കൊണ്ടുപോണത്? അവര് സദ്യന്റെ കൂടെ നോൺ വെജ് കഴിക്കൂല, നിങ്ങൾക്കറിയില്ലേ? ഇത് അവരെ അപമാനിക്കണത് പോലല്ലേ? നിങ്ങൾക്ക് ഇത്തിരി മാനേഴ്സ് ഉണ്ടാ? അതെന്താ, ഉണക്കമീൻ തിന്നുന്നവർക്ക് മാനേഴ്സ് ഉണ്ടാവൂലേ? അതല്ല കുഞ്ഞിപ്പാത്തോ, സദ്യക്ക് ഉണക്കമീൻ കൊണ്ടുപോണത് അവരെ അപമാനിക്കണത് പോലെയാണ്. അവരത്രയും നല്ല ഭക്ഷണം അവിടെ ഉണ്ടാക്കി വെക്കുമ്പോ നീ അത് കൊണ്ടുപോകാൻ പാടുണ്ടോ? ഞങ്ങൾ പോവാണ്, നിങ്ങൾ ഉണക്കമീനും കൂട്ടി ഇവിടെ ചോറ് തിന്നിരുന്നോളി. അയ്യോ പോവല്ലേ, ഞാനും ഉണ്ട്. ദേ അവര് വന്നു തോന്നണു. വരൂ, എല്ലാരും കേറി വാ. സുലൈമാനെ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇങ്ങക്കൊക്കെ സുഖന്നല്ലേ? പിന്നെ സുഖത്തിനൊന്നും ഒരു കുറവുമില്ല, രമണിന്റെ ശല്യം മാത്രമേ ഉള്ളൂ. നിങ്ങളെ കൊണ്ടാണ് ഇവിടെ ശല്യം, അല്ലാതെ എന്നെ കൊണ്ടല്ല. അല്ല രമണി, പണികളൊക്കെ കഴിഞ്ഞോ? കുഞ്ഞിപ്പാത്തു, അതൊക്കെ ഞാൻ നേരത്തെ തീർത്തു. പണികളൊക്കെ എത്ര പെട്ടെന്ന് തീർന്നോ? സുരേഷും കുട്ടികളൊക്കെ സഹായിച്ചിട്ടുണ്ടാവൂല്ലേ? ഓ, നല്ല സഹായാണ്. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ തിന്നിട്ട് സഹായിക്കും. നിങ്ങൾക്ക് ഇന്നെങ്കിലും ഞങ്ങളൊന്ന് കുറ്റം പറയാതിരുന്നൂടെ? ഓ, ഗുണം വല്ലതും വേണ്ടേ പറയാൻ? ഞങ്ങളുടെ അമ്മയുടെ സ്വഭാവം തന്നെ ആണല്ലേ നിങ്ങളുടെ അമ്മക്കും. ഓ, ഇനിയിപ്പൊ എന്റെ തലയിൽ കയറിക്കോ. ഞാനൊന്നും പറഞ്ഞില്ലേ. എന്നാ നമുക്ക് സദ്യ കഴിച്ചാലോ? ഓ, എന്നാ പെട്ടെന്ന് ആയിക്കോട്ടെ. ഹായ്, അടിപൊളി സദ്യ, കൊതിയായിട്ടയ്യ. ഒന്ന് പതുക്കെ പറയടി, മനുഷ്യന്റെ മാനം കളയല്ലേ. എന്താ കുഞ്ഞിപ്പത്തോ, എന്താ നിങ്ങൾ പറയണ്? ഏയ് ഒന്നുമില്ല രമണി, സദ്യ കഴിക്കുമ്പോ കൈ കഴുകിയില്ലേന്ന് ചോദിച്ചതാണ്. ഓ അതാണോ, എന്നാ വേഗം കഴിച്ചോളൂ. സുലൈമാനെ, സദ്യ ഇഷ്ടപ്പെട്ടോ? ഓ പിന്നല്ലാതെ, അടുത്തെങ്ങും ഞാൻ ഇതുപോലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല. അതെന്താ, ഞാൻ ഉണ്ടാക്കണമൊന്നും ഭക്ഷണല്ലേ, അതല്ലേ നിങ്ങൾ വെട്ടി വിഴുങ്ങലെന്നും? പൊന്നു കുഞ്ഞിപ്പാത്തോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആ, നിങ്ങളെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. വേഗം സദ്യ കഴിക്കി, ഇത് കഴിഞ്ഞിട്ട് 2 കൂട്ടം പായസം ഉണ്ട്. ഓ ആണോ, എന്നാ ഞാൻ വേഗം കഴിക്കട്ടെ. എടി രമണിയെ, സദ്യയൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങളാണ്ട് ഇറങ്ങട്ടെ. എന്താ കുഞ്ഞിപ്പാത്തോ ഇത്ര ധൃതി? ഓൾക്ക് പോയിട്ട് വേറെ പണിയൊന്നുമില്ല, എന്നാ നിക്കാൻ നേരമില്ല. എന്തായാലും ഞങ്ങൾ ഇപ്പോഴൊന്നും വരുന്നില്ല. അതെന്താ? ഞങ്ങൾ ഇവരുടെ കൂടെ ഊഞ്ഞാലാടിയിട്ടൊക്കെ വരുള്ളൂ. ശരി, എന്നാ നിങ്ങൾ ഇവിടെ നിന്നോ, കുറച്ച് കഴിയുമ്പോ വന്നാ മതി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. രമണിയെ, സുരേഷ്, എന്നാ ഞങ്ങൾ ഇറങ്ങാട്ടോ. ഓ ആയിക്കോട്ടെ. നല്ല അടിപൊളി സദ്യ ആയിരുന്നല്ലേ? ഓ, എന്തടിപൊളി. അല്ലേലും നിങ്ങൾക്ക് രമണിനെ കണ്ട ഒരിളക്കാണ്, ഓളും ഓളൊരു സദ്യയും. രമണിയുടെ സദ്യ കൊല്ലത്തിൽ ഒരു ദിവസേ കിട്ടുള്ളൂ, അത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ഇളകിയിട്ട് കാര്യമല്ല. അല്ല കുഞ്ഞിപ്പാത്തോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങളെ ഉദ്ദേശം എനിക്ക് നല്ലോണം അറിയാം. ഞാനേ 10-20 കൊല്ലായില്ലേ കാണാൻ തുടങ്ങിയിട്ട്.